നമ്മുടെ ജീവിതത്തിൽ പല ഉയർച്ചകളും സംഭവിക്കുവാൻ പാപം ഒന്ന് ഏറ്റുപറഞ്ഞാൽ മതി. പ്രിയമുള്ളവരെ, ഒരു കുമ്പസാരം നടത്തിയിട്ട് എത്ര ദിവസമായി? ഒരു നല്ല കുമ്പസാരം നടത്തിയിട്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ പോയിരുന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് എത്ര ദിവസമായി? കുമ്പസാരിച്ചിട്ട് എത്ര മാസങ്ങളും എത്ര വർഷങ്ങളുമായെന്ന് ഓർമ്മയുണ്ടോ? എന്നാൽ കുമ്പസാരിക്കാത്തതിന് ചില കാരണങ്ങൾ കണ്ടെത്തി വച്ചിട്ടുണ്ടാവും അല്ലേ? കാരണങ്ങൾ ഇതാകില്ലേ: എനിക്ക് പാപമില്ല, ഞാൻ പാപമൊന്നും ചെയ്തിട്ടില്ല എന്നൊരു മനസ്സിൻ്റെ ചിന്തയല്ലേ? നമ്മുടെ ഹൃദയത്തിൽ പാപമുണ്ടോ എന്ന് ചിന്തിപ്പിക്കുന്നത്, പ്രിയമുള്ളവരെ, പരിശുദ്ധാത്മാവാണ്. ദൈവം നമ്മെ തൊടാതെ നമുക്ക് പാപത്തെക്കുറിച്ചുള്ള വീണ്ടും വിചാരം വരില്ല. വചനം പഠിപ്പിക്കുന്നു, 1 യോഹന്നാൻ 1-ാം അധ്യായം 8-ാം തിരുവചനം, നമുക്ക് പാപമില്ലെന്ന് നമ്മൾ പറഞ്ഞാൽ അത് ആത്മവഞ്ചനയാകും. നമ്മുടെ ഹൃദയത്തിൽ, നമ്മുടെ ശരീരത്തിൽ നമ്മൾ പാപം ചെയ്തിട്ടില്ല എന്ന് പറയുകയാണെങ്കിൽ അത് ആത്മവഞ്ചനയാകും. അപ്പോൾ നമ്മൾ കള്ളം പറയുന്നു, നമ്മൾ സത്യമില്ലെന്ന് വരും. എന്നാൽ നമ്മൾ പാപങ്ങളൊക്കെ ഏറ്റു പറഞ്ഞു കഴിഞ്ഞാൽ, പ്രിയമുള്ളവരെ, നമ്മുടെ ദൈവം വിശ്വസ്തനാണ്, പറ്റിക്കുന്നവനല്ല. വിശ്വസ്തനായ ദൈവം നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കുകയും നമ്മെ കൂടുതൽ കൂടുതൽ ദൈവത്തോട് അടുപ്പിക്കുമെന്നാണ് വചനം പറയുന്നത്. നിന്റെ പാപങ്ങൾ കടും ചുവപ്പാണെങ്കിലും അവ മഞ്ഞിനെ പോലെ വെണ്മയുള്ളതാക്കി ഞാൻ മാറ്റുമെന്ന് പറയുകയാണ്. പാപങ്ങൾ രക്തം പോലത്തെ കറ പിടിച്ചതാണെങ്കിലും അവയെല്ലാം എടുത്തു മാറ്റുമെന്ന് പറയുകയാണ്. പ്രിയമുള്ളവരെ, നല്ലൊരു കുമ്പസാരം നമുക്ക് നടത്താം.